music makes the bourgeoisie I'm a reaper. Yeah, music. ഇത് കൊള്ളാലോ. ഇതെങ്ങനെ ഉണ്ടാക്കണേ? ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന്? ഇതെങ്ങനെ ഉണ്ടാക്കണേ? ഇതോ? ഇത് ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ട് ഇങ്ങനെ പരത്തുക, ഉണ്ടാക്കണോ? പിന്നെ എന്തിനാ അവിടെ നിക്കണ്? ഞങ്ങൾ ആണുങ്ങൾ അടുക്കളയിൽ കയറുന്നില്ലെന്നല്ലേ നിങ്ങളുടെ പരാതി? അതാ ഞാനിങ്ങനെ വന്നു പോവാന്ന്. അയ്യടാ, അതിനിങ്ങനെ വെറുതെ വന്ന് നിന്നാ പോരാ. പണി എടുക്കണം. പണി പ്രൊഡക്റ്റീവ് ആവണം. മനസ്സിലായ? ലക്കി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സൈസ് പണികളൊക്കെ എടുക്കേണ്ട കാര്യം വല്ലതുണ്ടോ നമുക്ക്? ഇതൊക്കെ ഒരു വേലക്കാരി ഏൽപ്പിച്ച് അവര് നല്ല വെടിപ്പായിട്ട് ചെയ്തു തരില്ലേ? അയ്യാ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേലക്കാരി പണിയെടുക്കണം നോക്കി നമ്മളിങ്ങനെ തിന്നും കുടിച്ചിരിക്കണം അല്ലേ? എന്നിട്ട് ഹെൽത്തിന് കുറെ ഇഷ്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങണം. നല്ല ഐഡിയ. പോയിന്റ്. ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാല്, പ്രൊഡക്റ്റീവായ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഹെൽത്തി ആയ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല, നീ ഇത് പറഞ്ഞു എങ്ങോട്ടേക്ക് കയറി പോണ്? ഞാൻ പോകുന്നത് എന്റെ ബ്രാൻഡ് ന്യൂ ബിസിനസ് കോൺസെപ്റ്റിലേക്കാണ്. മിഡിൽ ക്ലാസ് ഹൗസ് ഹോൾഡ് ജിം എക്യുപ്മെന്റ്സ്. മിഡിൽ ക്ലാസ് ഹൗസ് ഹോൾഡ് ജിം എക്യുപ്മെന്റ്സ്. എന്താ സംഭവം? സംഭവത്തിലേ ഉള്ളൂ. നമ്മുടെ ജനറേഷന്റെ പ്രധാന പ്രോബ്ലം എന്താണെന്നറിയോ? ഹെൽത്ത് ഇഷ്യൂസ്. അതിന്റെ പ്രധാന കാരണം പുവർ ഹെൽത്ത് മാനേജ്മെന്റ്. അതായത് by the time you are 30, 4 out of 5 people are diagnosed with problems like heart problems, cholesterol, sugar, high BP, etc. എന്റെ അമ്മ, 4 out of 5 ഞെട്ടിക്കുന്നൊരു സ്റ്റാറ്റിസ്റ്റിക്സാ. ഞെട്ടിയില്ലേ? ഈ പ്രശ്നങ്ങൾ മറികടക്കാനുള്ള ഒരു ബിസിനസ് കോൺസെപ്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എക്സ്പ്ലെയിൻ മാടി. ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഒരു പാക്കേജ് ആയിട്ട് വരുന്ന പോലെ നമ്മുടെ ബിസിനസ്സും ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ ഈ പാക്കേജിനുള്ളിൽ നോർമൽ ആയിട്ടുള്ള ജിം എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള ഡംബൽസോ ബുൾ വർക്കറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഓഫ്കോഴ്സ് അതും ഉണ്ടാവും, പക്ഷേ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഫേസ് എൻഹാൻസർ, ഹെയർ ഫോൾ റിലീവർ, സ്കിൻ ആക്ടിവേറ്റർ, പെയിൻ അബ്സോർബർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ പാക്കേജ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിലായിരിക്കും കൊടുക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ? പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും ഈ പാക്കേജിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് ഒരു മിനിറ്റ്. സാം, അവിയുടെ അരി എടുക്ക്. അരി എടുക്കാൻ. അരി എന്തിനാ? വേഗം എടുക്ക്. ഇതെന്തിനാണ് എന്നിട്ട് കാണിക്കണേ? ഇതിലേക്ക് തട്ടിക്കോ. മതിയാ? കുറച്ചുകൂടി. ഇതെന്തിനാ? മതിയാ? അടിപൊളി. ഇനി ഇത് 2 minutes മൈക്രോവേവിൽ വെക്കണം. ഇതെന്താ ചെയ്യാൻ പോണേ? അയ്യ, അരി ഇങ്ങനെയല്ല ഉണ്ടാക്കുക. സാം, 2 minutes. ചെക്കൻ. ചൂട്. ഹീറ്റ് പാക്ക് റെഡി. റിയലി. ഇതൊന്ന് ഷോൾഡർ വെച്ച് ട്രൈ ചെയ്ത് നോക്കി. കൊള്ളാല്ലേ? എന്താണ് രണ്ടെണ്ണം കൂടെ? ഭയങ്കര ഡിസ്കഷനിലാണല്ലോ. മീനു, സാം നമ്മൾ വിചാരിച്ച പോലെ അല്ലാട്ടാ, ഭയങ്കര ബുദ്ധിമാനാ. ഞാൻ പറഞ്ഞുരാട്ടാ. ഇതാണ് പെയിൻ അബ്സോർബർ. ഇതുപോലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും പ്രോഡക്റ്റും ഒക്കെയാണ് നമ്മുടെ പാക്കേജിലുള്ളത്. എനിക്ക് മുട്ടുവേദനയുള്ള കാരണേ ഇവിടെ വെക്കുമ്പോ നല്ല മുട്ടുവേദനയ്ക്ക് മാത്രമല്ല, എല്ലാ ജോയിന്റ് പെയിൻസിനും ഒക്കെ ഇത് നല്ല സുഖമാണ്. അതെ, ഇതൊക്കെ. ഇനി എന്താ അടുത്ത പരിപാടി? അടുത്തതാണ് മെയിൻ ക്യാപിറ്റൽ. ഒരു ഇൻവെസ്റ്റർ ആണ്. എല്ലാം ശരിയാവും. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നോക്ക്. ട്രൈ മാടി. ശ്വേത, കുറച്ച് ബോഡി റൈറ്റിലേക്ക് ഒന്ന് ടിൽറ്റ് ചെയ്യുക. എക്സാക്ട്ലി, ഫേസ് ടുവേർഡ്സ്. നൈസ്. ഇനി കൈ ഫ്രണ്ടിലേക്ക് കുറച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലീൻ ചെയ്യും. പെർഫെക്റ്റ്. ആ സ്വെറ്റ് ഒന്ന് ടച്ച് ചെയ്യോ ഫോർഹെഡിൽ ചെറുതായിട്ട്. നൈസ് ആറ്റിറ്റ്യൂഡ്. താങ്ക് യു. ക്യാൻ ഐ സീ ദ പിക്സ്? ഞാനൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് പോരെ? ഇത് കുറേ ഉണ്ട്. താൻ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ. ഓക്കെ, അഭി പറയുന്ന പോലെ. എനിവേസ്,
I really enjoy the shoot. താങ്ക് യു. അവി ആ അവി നിറയെ ഫാഷൻ ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്യാറുണ്ടല്ലേ? ഫാഷൻ യൂഷ്വലി ചെയ്യാറില്ല. ഞാൻ കൂടുതലും ഈ വെഡിങ്ങിന്റെ സേവ് ദ ഡേറ്റ് വീഡിയോസും പിന്നെ ആഡ്സ് അങ്ങനെയൊക്കെ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറെ പോലെ. യെസ്. അവി ഇനി മുമ്പ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ത്? അവിക്ക് മോഡലിംഗ് ചെയ്തുകൂടെന്ന്? ആ അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. ആക്ച്വലി എനിക്കൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, ഒരു വെഡിങ് ഫോട്ടോഷൂട്ട്. അതിനകത്തൊരു മെയിൽ മോഡലിന് ആവശ്യമുണ്ട്. ഞാൻ അവിയുടെ പേര് സജസ്റ്റ് ചെയ്യട്ടെ? യെസ്. അയ്യോ ഒന്നും വേണ്ട പ്ലീസ്. ഞാൻ ഈ ക്യാമറയുടെ ബാക്കിൽ മാത്രമേ കംഫർട്ടബിൾ ആയിട്ട്. ആലോചിച്ച് പറഞ്ഞാൽ മതി. പണിയാണ്. ആലോചിച്ച് പറഞ്ഞാൽ മതിന്ന്. പണിയാണ്. എടുത്തപ്പോ തന്നെ കോപ്പി ചെയ്തിട്ടേക്കടാ. ഓക്കെ ഓക്കെ. എന്റെ പെൻ ഡ്രൈവിലേക്ക് കേട്ടോ. അവി ഇൻസ്റ്റാഗ്രാമിലില്ലേ? പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അതെന്ത് ഫോട്ടോഗ്രാഫർ? അതെ ഒബിയസ്ലി. എന്താ ഐഡി ഇൻസ്റ്റാഗ്രാമില്? അവിതാർ. അവിതാർ. ഈ അവതാറൊക്കെ പോലെ. അതിലും അവയുടെ ഒരു സ്റ്റൈലുണ്ട്. താങ്ക്സ്. കിട്ടിയില്ലേ? കിട്ടി. നൈസ് പിക്സ്. താങ്ക് യു. ഫോളോ. അവി അവി ജസ്റ്റ് ഒരു ബൂമറാങ് വീഡിയോ. ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് പോരെ? പ്ലീസ് അവി, പ്ലീസ് അവി, അല്ലെങ്കിൽ തരൂല. ഇതാ ഒരെണ്ണം. ഇങ്ങനെ ചിരിക്ക്. ഓക്കെ താങ്ക് യു. നൈസ്ലേ? കൊള്ളാം. നൈസ്. ഞാൻ ടാഗ് ചെയ്യാം. പണിയെടുക്കണം. എന്താ ഈ കുട്ടി ഇങ്ങനെ? ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊന്നും ഓർക്കണം, 5-ൽ 4 ആൾക്കാർക്ക് 30 വയസ്സാകുമ്പോൾ ഷുഗർ, കൊളസ്ട്രോൾ, BP എന്നീ അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊരു ഞെട്ടിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ? അപ്പൊ നീ പറയണത് 5-ൽ 4 പേർക്ക് 30 വയസ്സാകുമ്പോൾ ഈ അസുഖങ്ങൾ വരുന്നതാണ്? ആ അതെ ചേച്ചി. ഈ കണക്കൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? പിന്നെ അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. കോൺസെപ്റ്റ് എങ്ങനെയുണ്ട്? ഏത് നീ പറഞ്ഞ എന്താ? മിഡിൽ ക്ലാസ് ഹൗസ് ഹോൾഡ് ജിം എക്യുപ്മെന്റ്സ്. സിമ്പിൾ ആയിട്ടുള്ള ടൈറ്റിൽ നോക്കുന്നുണ്ട്. ആ അത് തന്നെ ഒരു പുതുമയൊക്കെ ഉണ്ട്. പിന്നെ നീ പറഞ്ഞ ഫേസ് എൻഹാൻസർ, ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അടിപൊളിയല്ലേ? അപ്പോൾ ഈ കോഫി ഷോപ്പ് കൊണ്ട് മാത്രം കിട്ടുന്ന വരുമാനം കൊണ്ട് ചേച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മളൊരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് കൂടി നടത്തിയാൽ കാര്യങ്ങൾ ക്ലിക്ക് ആവും. അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഞാനൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാടക കൃത്യമായിട്ട് കിട്ടിയാൽ തന്നെ എന്റെ കാര്യം ക്ലിക്കാവും. ചേച്ചി അത് കള. ഇത് പറ, എല്ലാ വീട്ടിലും ഒരു ജിം. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ജിമ്മിൽ പോകാൻ കഴിയാതെ ഒരു വീട്ടമ്മയും ദുഃഖിക്കരുത്. ഓ, ജിമ്മിൽ പോവാണ്ട് കഷ്ടപ്പെടുന്ന അമ്മമാരെ എനിക്ക് അറിഞ്ഞൂടാ. മക്കള് പണിക്ക് പോവാണ്ട് ബുദ്ധിമുട്ടുന്ന കുറച്ച് അമ്മമാരെ എനിക്കറിയാം കേട്ടാ. എന്റെ സാമേ, നിന്റെ കൺസെപ്റ്റ് ഒക്കെ കൊള്ളാം, ഒരു പുതുമയൊക്കെ ഉണ്ട്, ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്നാലും ഇതൊക്കെ ആരെങ്കിലും ആലോചിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ? ചേച്ചി വെറുതെ ആലോചിച്ച സമയങ്ങളൊന്നും വേണ്ട. വേറെ ആരുടെയും തലയിൽ ഐഡിയ വന്നാൽ തീർന്നു. ഓ, അപ്പൊ പിന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും? ഓക്കെ, ചേച്ചി ജസ്റ്റ് ഫണ്ടിങ് മാത്രം നോക്കിയാൽ മതി. ബാക്കി പ്ലാനിങ്, ഐഡിയ, ബഡ്ജറ്റിംഗ് പോലുള്ള ഹെവി വർക്കെല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെ ഈ ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 2 crore, 2 കോടി. 2 കോടിയല്ലേ? അതെ. പിന്നെ ചേച്ചി, നമ്മുടെ ഈ ബിസിനസ് പ്ലാൻ പ്രകാരം ചേച്ചിക്ക് ഒരു 6 മാസത്തിനുള്ളിൽ എല്ലാ ഫണ്ട് തീർക്കാറാവും. അതിനുശേഷം പിന്നെ പ്രോഫിറ്റ് ആണ്. അതെ, നീ ആ പെനിങ് ഇപ്പൊ തരാം. സമയം എത്രയാണ്? 12 അല്ലേ? 1, 2. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് ഒരു 5 മണിയാകുമ്പോ വാ. ഓക്കെ? 5 മണിയാകുമ്പോ വന്നാ? ദൈവമേ, ചെക്കന്റെ കാര്യം. മീനു, എന്താ രാവിലെ തന്നെ ഒരു ബാഡ് മൂഡ്? ഒന്നുമില്ലടാ. ഇതാ എന്നെ കൊണ്ട് കുറെ പ്രശ്നം ചോദിപ്പിക്കരുത്. വേം പറഞ്ഞേ. ഒന്നുമില്ല, ആ മനോജിന്റെ ചീപ്പ് പൊളിറ്റിക്സ്. അപ്പൊ അവന് കിട്ടിയതൊന്നും പോരാലേ? അവന് ഞാൻ അവിടെ ഇരിക്കും, ഞാൻ ചോദിച്ചോളാം. ഇരിക്കില്ലക്കി. ഞാൻ എന്തായാലും എണീറ്റതല്ലേ, ഒന്ന് വരട്ടിയിട്ട് വരാം പ്ലീസ്.
പറ്റിയേ നോക്ക്. അയ്യേ ഇനിയിപ്പോ എന്താ നോക്ക് അവളവനെ കെട്ടിപ്പിടിച്ച് നിക്കണത്. അതാ മോഡൽ അവര് വെറുതെ നിന്നതായിരിക്കും. നിനക്കറിയോ അവ ഒരു സെൽഫി പോലും എടുക്കില്ല. അവനൊന്നും ഇഷ്ടല്ല. നീ എന്തിങ്ങനെ സീരിയൽ കളിക്കണ മീനു? എനിക്ക് മനസ്സിലാവണില്ല, ഭയങ്കര ബോറ്. നിനക്കറിയോ ഇന്ന് അവയുടെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കോണ്ടത്തിന്റെ പാക്കറ്റ് കിട്ടി. വാട്ട് ആർ യു സീരിയസ്? അപ്പൊ പ്ലാനിങ് ഒക്കെ ആണല്ലേ? ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടി സെക്കൻഡ് ഷോയ്ക്ക് പോകേണ്ടി വരുമോ? എടി ലക്കി, ഞങ്ങൾ തമ്മിൽ തൽക്കാലം അങ്ങനത്തെ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കണേ. അവയും ആക്ച്വലി ഓക്കെയാണ് അതിന്. ഏട്ടൻ ഞങ്ങളെ കാണുന്ന രീതി നിനക്ക് അറിഞ്ഞൂടെ? അതിനു വേണ്ടി എടുത്തൊരു സ്റ്റാൻഡാണ്, ജസ്റ്റ് ടു പ്രൂവ് ഹിം റോങ്. അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നുള്ള കോപ്പൊന്നുമില്ല. വമ്പൻ സ്റ്റാൻഡായി പോയല്ലോ. അപ്പൊ ആ പാക്കറ്റ് ആർക്ക് വേണ്ടിട്ടാ? അതാ എനിക്കും അറിയില്ല. ശരി, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഷുവറായിട്ട് കാണാം. ശരി, ഞാൻ വിളിക്കാം. ശ്വേത, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഓക്കെ, ഡു വൺ തിങ്. ഞാൻ ഇതിലുള്ള കുറച്ച് നല്ല പിക്സ് നോക്കി സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് മെയിൽ ചെയ്യോ? ഓ ശരി. അവി തന്നെയാണോ ഫോട്ടോസ് എല്ലാം വർക്ക് ചെയ്യുന്നത്? ഞാൻ എന്റെ ലാപ്ടോപ്പിൽ തന്നെ യൂഷ്വലി എഡിറ്റ് ചെയ്യാറ്. ഓ ശരി, എന്നാ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്താലോ? അല്ല, എന്റെ ഫ്ലാറ്റ് ഫ്രീ ആണ്, അവിടെ ആരുമില്ല. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വർക്ക് ചെയ്താലോ? യൂഷ്വലി വീട്ടിൽ വർക്ക് ചെയ്യാറ്. ഇറ്റ്സ് ഓക്കെ അവി, ഇറ്റ് വിൽ ബി ഫൺ അല്ലേ? നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അത് വേണ്ട. മാത്രമല്ല എന്റെ ഗേൾഫ്രണ്ട് എന്നെ വെയിറ്റിംഗ് ആണ്. സോ ഐ ഗോട്ട് ഗോ. ഓ, യു ഹാവ് എ ഗേൾഫ്രണ്ട്? യെസ്. ഓ ഐ ആം സോറി. എന്താ പേര്? മീനാക്ഷി. മീനാക്ഷി. ഓ മീനാക്ഷി. ഫുൾ നെയിം? മീനാക്ഷി വസുദേവ്. ഓ മീനാക്ഷി വസുദേവ്. എന്താ ശ്വേതയ്ക്ക് അറിയോ മീനാക്ഷിയെ? ഇല്ലില്ല, ആക്ച്വലി എന്റെ FB ഫ്രണ്ട് ആണെന്ന് വിചാരിച്ചു. ഫൈൻ ഫൈൻ. എന്തായാലും ഞാൻ അന്വേഷിച്ചു എന്ന് പറയൂ മീനാക്ഷിയോട്. ഓക്കെ, താങ്ക് യു. സീ യു. എന്തായി? അതെ, നമ്മൾ വിചാരിച്ചതുപോലെ അല്ല അവിനാശ്. എനിക്കറിയാമായിരുന്നു, ഞാൻ പറഞ്ഞതല്ലേ. ശരിക്കും എന്തായിരുന്നു അവിനാശും അനീതിയും തമ്മിലുള്ള പ്രോബ്ലം? പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററിന് മോഡൽ ചെയ്യുമ്പോൾ താല്പര്യമായിരുന്നു. അതിനുവേണ്ടി അവൻ്റെ അടുത്ത് നിന്നു. ശ്വേതയ്ക്ക് മനസ്സിലായില്ല അവൻ്റെ ക്യാരക്ടർ. വളരെ മോശമായി ബിഹേവ് ചെയ്തു. ഷീ ഈസ് വെരി ഡിപ്രസ്ഡ് നൗ. സിസ്റ്ററിന്റെ നമ്പർ ഒന്ന് തരാമോ? എനിക്ക് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയൊന്നും അറിയാനാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ മനസ്സിലായില്ല അവന്റെ ക്യാരക്ടർ എന്താന്ന്? ഇല്ല, മനസ്സിലായില്ല. അത് മാത്രല്ല, എനിക്ക് അവനൊരു മാന്യനായിട്ടാ തോന്നിയത്. ശ്വേത എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവനെ പറ്റി. എടോ, ഇമാതിരി ചീള് കേസിന് പുറപ്പെട്ടതേ ഒരു പെണ്ണിന്റെ കാര്യമായതുകൊണ്ടാ. അവിനാശിന് തന്നെ അനീതിക്കുന്നതിന്റെ പ്രശ്നം. തനിക്കാണ് പ്രശ്നം. തന്റെ അനീതിയുടെ നമ്പർ തന്നെ. ഇറങ്ങാനല്ലേ പറഞ്ഞത്? മീനാക്ഷി എന്നല്ലേ പേര്? മീനാക്ഷി വാസുദേവ്. എനിക്ക് നമ്പർ എടുക്കാൻ അറിയാം, ബാക്കി ഞാൻ നോക്കിക്കോളാം. എടാ, അവനിങ്ങനെ ഡെസ്പാവലടാ. ഇല്ലടാ, എന്നാ ശ്വേത വിളിച്ചോണ്ട് കാര്യം മനസ്സിലായി. വല്ല ഫ്ലാറ്റിലോ മറ്റോ പോയിരുന്നെങ്കിലോ പണ്ടാരം തീർന്നേനെ. ക്ലിപ്പ് ഇറങ്ങിയനല്ലേ? പോടാ, ഇത് പഠിപ്പിച്ച് രണ്ടാമത്തെ ഇൻസിഡന്റ് ആയി. ഇയാൾ എന്നെ കൊണ്ടേ പോകും. ആദ്യം ഗുണ്ടകളെ അയക്കുന്നു, പിന്നെ ഹണി ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നു. ഇനി അടുത്തത് എന്ത് ബോംബ് എവിടെയാ വെച്ചിരിക്കുന്നത് ദൈവത്തിനറിയാം. ഈ ഗ്രീൻ ജാക്കറ്റ് നിട്ടപ്പോഴേ തോന്നിയാണ്. അവൻ്റെ ഒരു ഗ്രീൻ ജാക്കറ്റ്. ഞാനതൊന്നല്ല ആലോചിക്കുന്നത്. എടാ, പെൺകുട്ടിയെ മോഡല് വളരെ കൗതുകം കൊടുത്ത ഒരു കഥാപാത്രം അല്ലേ? എടാ, നിനക്ക് വിരോധമില്ലെങ്കിലേ ആ കഥാപാത്രത്തെ ഒന്ന് പരിചയപ്പെടുത്താവോ? നീ എങ്ങോട്ടാണിത് പറഞ്ഞു ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആലോചിക്കും മനുഷ്യ. ഓക്കെ, എടാ, ഇതിനകത്തൊക്കെ എളുപ്പത്തിൽ പുറത്തിറങ്ങാൻ ഒരു വഴിയുണ്ട്. സി, ദിസ് ഇസ് ദ പ്ലാൻ. മീനാക്ഷിയോട് നീ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ മൊത്തം പറയുന്നു. മീനാക്ഷി കാര്യങ്ങൾ അറിയുമ്പോൾ മഹേഷിന്റെ കാര്യം പോകുന്നു. അവൾ അറിയുന്നു അവളുടെ ചേട്ടൻ എത്ര ചീപ്പാണെന്ന്. പിന്നീട് അവളുടെ ചേട്ടനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കണ്ണ് ചെമ്മി തുറക്കുന്ന സമയത്തിനകത്ത് എല്ലാം കഴിയുന്നു. അബി, ഇറ്റ്സ് ടൈം ഫോർ മഹേഷിനോട് പ്രതികാരം. കമോൺ രാവനാശൻ. അതൊന്നും ശരിയാവൂല. ബട്ട് വൈ? അത് ശരിയല്ല. എടാ, ഇതൊക്കെ അയാൾ ഇപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ചെയ്യുന്നതല്ലേ? അയാളുടെ തലയിൽ ഇങ്ങനത്തെ ചീപ്പ് ഐഡിയാസാണ് വരുന്നതെന്ന് കരുതി നമ്മളിപ്പോൾ ഇതൊക്കെ പോയി മീനാക്ഷിയോട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തമ്മിൽ പിന്നീട് ഒട്ടും അടുക്കാതെ ഇതാകുന്നു.
അകലട്ടെ. പോടാ, അത് ശരിയല്ല. എടാ, അവൾ ഇപ്പോഴത്തെ ഒരു വാശിക്ക് ഇറങ്ങി വന്നേ ഉള്ളൂ. അവൾക്ക് ഇപ്പോഴും എന്നെക്കാളും വലുത് ചേട്ടൻ തന്നെയാണ്. നീ എന്തെങ്കിലും ചെന്ന് പറഞ്ഞോ ആളെ പറ്റി. ആദ്യം അടി കിട്ടും, എന്നിട്ട് ബാക്കി കേൾക്കാതിരിക്കുള്ളൂ. അതുമല്ല, അവക്ക് വിഷമം എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതൊന്നും എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല. സാം എവിടെ? ആ ഉറങ്ങി. നന്നായി, അവൻ ഉറങ്ങട്ടെ. ഇവിടെ നടക്കാൻ പോണ കാര്യങ്ങളൊന്നും അവൻ അറിയണ്ട. ഞാൻ നല്ല ഇടിക്കും. നോക്കണ്ട, ഞാൻ ഇടിക്കുന്നു പറഞ്ഞ ഇടിക്കും. ഇതുവരെ പറഞ്ഞ നല്ല രസമുണ്ട്. നീ ക്ലൈമാക്സ് എന്താന്ന് പറ. ഇതൊരു രസല്ലേ? ആ, ഇതുവരെ രസം. ക്ലൈമാക്സിൽ ഇന്ത്യ അമേരിക്കയിൽ ബോംബിടുകയാണ്. അതിന് അങ്ങനെ ഒരു ബോംബിടല്? എടാ, പ്രതികാരം. പണ്ട് അമേരിക്കാർ നമ്മളെ ഭരിച്ചില്ലേ? അത് ബ്രിട്ടൻ അല്ലേ? അയ്യോ, അതാ. അപ്പൊ ഇനി കഥ മൊത്തം മുടിക്കേണ്ടി വരുമോ? ഹായ് ലക്കി. ഹായ് ലക്കി. ഹായ് മീനു. ലക്കി മീനു, ഹായ്. കൊതിച്ചു വരാനുള്ള അവ വളച്ചു കേട്ടല്ലേ? വാട്ട് ഈസ് ദിസ്? ദിസ് ഫോൺ. ദിസ് ഓ, ഇത് ഫോട്ടോ. ഓക്കെ, റിലാക്സ് റിലാക്സ്. ഞാൻ പറയാം. നിക്ക്, വെയിറ്റ്. എടാ മീനു, ഇത് പറവി. ഓക്കെ, നീ ഫോട്ടോയിലൊക്കെ നോക്കിയേ. ഒന്ന് നോക്കടാ പ്ലീസ്. കണ്ടോ? നീ ഒന്ന് നോക്കിയേ. ആ പെൺകുട്ടി ഞാനാണോ പെൺകുട്ടിയെ പിടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്നെയാണോ പിടിച്ചിട്ടുള്ളത്? അവളാ നിന്നെ പിടിച്ചേക്കണേ. ഗുഡ് പോയിന്റ്. അപ്പൊ നോക്കിയേ, നിന്നെ ഒരാൾ വട്ടം പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അയാളെ കുറ്റം പറയണോ അല്ലെങ്കിൽ നിന്നെ കുറ്റം പറയണോ? ഓക്കെ, ശരി. പിന്നെ നീ എന്തിനാ ഫോട്ടോ നിന്നേ? അവിടെ തള്ളി മാറ്റായിരുന്നില്ലേ? അതല്ലേ ശരി? അതല്ലേ? പറ. ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. നീ ഒന്നും കൂടെ ഫോട്ടോയിലൊക്കെ നോക്കിയേ. നോക്കടാ പ്ലീസ്. എടാ, ഒന്ന് നോക്കിയേ. നീ എന്റെ എക്സ്പ്രഷനിൽ നോക്കിയേ. ആം ഐ ഹാപ്പി ഇൻ ഇറ്റ്? എടാ മീനു, നിനക്ക് എന്റെ എല്ലാ മൈക്രോ എക്സ്പ്രഷന്റെയും അർത്ഥം അറിയാവുന്നതല്ലേ? നീ ഒന്ന് നോക്കിയേ. ഞാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടോ ഫോട്ടോയില്? എടാ, ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഫോട്ടോഗ്രാഫർ അല്ലേ? ആൻഡ് യു നോ ദാറ്റ് ഐ ഹേറ്റ് സെൽഫീസ്, റൈറ്റ്? അങ്ങനെയുള്ള ഞാൻ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യോ? നീ പറ. ലക്കി, നീ എങ്ങോട്ടാ പോണടാ? നീ നോക്കിയേ. നീ ലുക്ക് അറ്റ് ഇറ്റ്. നീ നോക്കണ്ട. നീ എന്തിനാ നോക്കണം? എടാ മീനു, ഈ ലക്കിയോട് കൂടി നീ ഇത്ര ചീപ്പായി പോയി. എന്ത് ലക്കിയുടെ കൂടെ കൂടിയിട്ട്? ഒരു സംശയം വരുമ്പോഴേ അത് ക്ലിയർ ചെയ്യണം. സംശയം വരുമ്പോ അപ്പൊ തന്നെ വിളിച്ച് ചോദിക്കണം. അല്ലാതെ നിങ്ങളോട് ഇത്രയ്ക്കും പ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ പാവ അവനെ നിങ്ങൾ സംശയിച്ചില്ലേ? ആ വീഡിയോ കണ്ടറിഞ്ഞൂടെ? അവൻ ചുമ്മാ ബലിയാടായതാണ്. ഒരു ആടിനെ നിങ്ങൾ കോഴിയാക്കാൻ ശ്രമിച്ചു. ആ കോഴിയല്ല, തെറ്റായിപ്പോ. എനിക്കത്രേ പറയാനുള്ളൂ. വളരെ മോശം. ഇനി എന്താണ്? നീ എന്താ എന്നെ ഇപ്പോഴും ഇങ്ങനെ നോക്കണേ? ശരി, എന്താണ്? ആ വീഡിയോ അങ്ങനെ സംഭവിച്ചു. പക്ഷെ എനിക്ക് വേറൊരു കാര്യം കൂടി അറിയാണ്ട്. വേറെ വീഡിയോ ഉണ്ടോ? ഇതെന്താ? ഇത് നീ അന്ന് അവിടെ നിന്ന് വാങ്ങിച്ചാൽ ഇതൊന്നുമില്ല. എടാ മീനു, ഇത് നീ വിചാരിക്കുന്ന സംഭവമല്ല. സത്യമായിട്ട് അതിനുവേണ്ടി മേടിച്ചല്ല. പിന്നെ എന്തിനാടാ നീ ഇത് വാങ്ങിക്കുന്നത്? ഇതിന് ആവശ്യത്തിനേ ഉപയോഗിക്കുള്ളൂ. മീനു, നീ ഉദ്ദേശിക്കുന്ന പോലെ ഈ സാധനം ആ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല. നീല പറഞ്ഞത് നിന്റെ മൈക്രോ എക്സ്പ്രഷൻസ് എനിക്ക് എന്തോ ഒരു കുഴപ്പം തോന്നുന്നുണ്ട്. നിങ്ങളങ്ങനെ അറിയോ? എന്താ അവിടെ ബഹളം? ഇനി എന്താ വേണ്ടത്? നിനക്കെന്താ വേണ്ടത്? കിടന്നുറങ്ങാനും സമ്മതിക്കില്ല. ഞാനൊരു സാധനം വാങ്ങാൻ പറഞ്ഞു. ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കില്ല ഞങ്ങൾ ഇവിടെ. അതിന്റെ ഇടയിലപ്പത് ഇത് തന്നെ. താങ്ക്സ്. ഇത് നിനക്കെന്തിനാ? അവൻ വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു. ഇതേ, ഞാൻ രാവിലെ ഒരു ബിസിനസ് ഐഡിയ പറഞ്ഞില്ലേ? അതില് നമ്മുടെ ഒരു പെയിൻ അബ്സോർബർ ട്രൈ ചെയ്ത് നോക്കിയില്ലേ? അതുപോലെ മസിൽ റിലാക്സർ. മനസ്സിലായില്ല? ഇതിന്റെ മെറ്റീരിയൽ നല്ല കട്ടിയുള്ളതല്ലേ? ഇതിൽ നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളം നിറയ്ക്കണം. അപ്പൊ ഇത് വീർക്കും. നല്ല പെർഫെക്റ്റ് ഹോൾ ബാഗ് റെഡി. നാളെ രാവിലെ കാണിച്ചു. ഓക്കെ, ശരി. നമ്മള് കാണിക്കും. നമുക്ക് ആരുടെ ഓചാരം വേണ്ട. മനസ്സിലായോ? എന്ത്? ഓക്കേ ഗായ്സ്, കൂൾ മച്ചാൻ. പറയാനല്ലേ? കൂൾ ഗായ്സ്. എന്താണ് പൊട്ടിയത്? യു ക്യാരി ഓൺ. ഓക്കേ മീന. ഓക്കേ പാവം തുടങ്ങിയൊന്നും ചെയ്യല്ലേ? ഇവരോടൊക്കെ ക്ഷമിക്കണേ. ഹലോ, എന്തായിപ്പോ? അത് യു നോ. ആക്ച്വലി കാലത്ത് നിന്റെ ഡ്രസ് വാഷ് ചെയ്യാൻ പോയപ്പോഴാണ് ആക്ച്വലി. അപ്പൊ എന്റെ പൊന്നോ, അതെ ഞാനാണ്. എല്ലാം വിട്ടോ. പോട്ടെ. എന്ത് ഇഷ്യൂടെ നിനക്ക്? ഒക്കെ നീ കാരണം